7 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടമാകുന്നത്. എല്ലാവർക്കും നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവഞ്ചനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം എന്റെ വീട് കുറെ കാലം അറിയപ്പെടുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിന്റെ ഓപ്പോസിറ്റ് വന്ന മതി ജഗദീശന്റെ വീട് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ലാൻഡ്മാർക്ക് കിരീടം. കിരീടം സിനിമയുടെ പേരിൽ തന്നെ കിരീടം. ഉണ്ണി ദിനേശും എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എന്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന ചാനൽ എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിന്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സിബി. എന്റെ ആദ്യ കഥ ശ്രീനിവാസന്റെ കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയാണ്. ഓട്ടക്കമാവാളറിയാം എന്ന് എന്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധം. സെമിനാർസ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയാ, ഏറ്റവും ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ഹിന്ദി ഒരുപാട് സംസാരിക്കും. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ ഇതിലൂടെ പഠിച്ചാണ്. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, എം.ജി. ശ്രീകുമാർ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്തിനേക്കാൾ പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ പിന്നീട് ഞാൻ പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് സേതുമാധവൻ ഉറങ്ങി കിടക്കുന്നത്. തിരുവനന്തപുരം വന്ന് ടോർച്ച് അടിച്ചു നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറമാൻ കുമാറിന്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്. ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെയും ജഗദീശന്റെയും മുഖത്ത് മിന്നി പറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാപ്പിള കൈലെന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഈശ്വരൻ നീളാതെ തെലുങ്ക് ചേട്ടനും മോഹൻലാലൊക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരി ധരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ഇടത്തിലുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്ത് വികാരങ്ങൾ മിന്നി പറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെ കൂടെയും അനീതിലൂടെ അഭിനയിക്കുമ്പോൾ, ജോബിയായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ചിരുന്ന താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി പറയുന്ന ഓരോ വികാരവും. ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട് ഇന്ന് കണ്ടാൽ മാർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. രോഹിതദാസ് എന്ന വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടറാവും, പോലീസ് ഫോഴ്സിലെ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അശോക് നായർ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സിലായി ഒരു നൂതനമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂത്ത് ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ ട്രൂത്ത് ലൈഫ് ഫിലിമാണ് കിരീടം. ഈ രസകരമായ അനുഭവത്തിലേക്ക് വരാം. എന്റെ വീട്ടിനടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ആ കട വരാതിൽ കിടന്നുറങ്ങുമ്പോൾ തെലുങ്ക് ടോർച്ച് വെച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതായിരുന്നു. എന്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. മോഹൻലാലിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പഴനിയടിയിൽ മാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം.
എന്റെ മദറിന് എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡി, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇവർക്ക് ഞാൻ പറഞ്ഞു, അത് ആരും മദറിനെ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ വിചാരിച്ചു. പ്രസ്റ്റീജ് ആയിട്ട് വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കാണ് അതിനെ കൊണ്ടുവന്ന് ശ്രീ ശ്രവണാസ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ കോൺഫിഡൻസ് കൂടി തോന്നും. ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുന്നിൽ നേരിട്ട് പൊട്ടിച്ചിട്ട് എങ്ങനെയോ എന്തിനാണെന്ന് അറിയില്ല, സെക്കൻഡുകൾ പോലെ അത് റിമൂവ് ചെയ്തു. പക്ഷെ ഇത് മാതൃ ഭാഗത്തിൽ നിന്ന് വന്നിട്ട് അധ്യാപക കൂടിയാണ്. ഇവിടെ സ്പിരിറ്റ് നടക്കുന്നുണ്ടല്ലോ, സ്പിരിറ്റൊന്നുമില്ല തോന്നിയാ സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, എല്ലാവരുടെ സ്മെൽ എനിക്കറിയാം. സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനില് റിയലായിട്ട് നമ്മുടെ കൂടെ കരഞ്ഞു പോയി. നമ്മുടെ കൂടെയുള്ളവരെ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം പാർവതി, താങ്ക് യു സോ മച്ച്, പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതി എന്ന് പറയുന്നത് ആ ഉറപ്പിന്റെ വികാര വിചാരം നമുക്കൊക്കെ സിംഗിൾ തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ ആണെന്ന് നോക്കുന്ന സേതുമാത് അത് ഏത് കാമുകന്റെ മനസ്സിലെ വിലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും അധികം അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നമ്പരത്തിന്റെ കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, പലരും നമുക്ക് വളരെ ഏരിയയിലുണ്ട്. പക്ഷെ അവരുടെ എല്ലാ തരം പെർഫോമൻസിലും ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ, ചന്ദ്രസാറായിക്കോട്ടെ, കൊച്ചിനായിക്കോട്ടെ, അങ്ങനെ മാമക്കളുടെ ആയിക്കോട്ടെ, എന്നെ ചൗടിയും ദാസന്റെ ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഒരിക്കലും ശ്രീനാഥിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. ഇനി പേരെടുത്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഏകദേശത്തിന്റെ നടന്നു വരുന്ന മസിലാണ് ചിരികളുണ്ട്. പറയുന്ന ആ സംഭവത്തിന്റെ സിനിമയ്ക്കായിട്ട് വരുന്ന അനിയക്കയുടെ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ അതിന്റെ ശില്പികൾ അതിനെ നമ്മൾ അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അഭിമാനം നമ്മൾ മലയാളികൾ ഓരോരുത്തരും നെഞ്ചോടെ ചേർത്ത് വച്ചിരിക്കുന്ന ജീവിതത്തിലെ, ശരീരത്തിലെ, ആത്മാവിലെ, മനസ്സിലെ ഓരോ കോശാമയം നിറച്ചു വച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തോടുകൂടി, ആ ഒരു ആരാധനയോടുകൂടി അവസാനമായിട്ട് ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ സീരിയലും ഒരു ചേർന്നുമായിരുന്നു. അത് നമ്മളെ ഞെട്ടിയിരുന്നു. പക്ഷേ ഇങ്ങനെ കൈകാലം ഇറക്കിയിട്ട് പ്ലീസ് ജോയിൻ വിത്ത് us, ലാലേട്ട. Thank you so much. എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പരിഗണിക്കാൻ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയുടെ ഒരു അത്ഭുതമാണ് കിരീടം. ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതാരും ഇപ്പൊ ജീവിച്ചിരിക്കില്ലെന്ന്
സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ മനസ്സിൽ നോക്കുന്നു എല്ലാവരെയും ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തുമ്പികളുടെ ഞാൻ പാർവതിയായിട്ട് കമ്പികളുടെ സിനിമയാണ്. അവിടെ വന്ന് ഇതിന്റെ കഥ പറയുകയോ അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമാണ്. അപ്പൊ ഇങ്ങനെ സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി ദിനേശ് പറഞ്ഞ് നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, കുമാർ, പ്രസാദ്, ശ്രീകുട്ടൻ, എല്ലാവരും വിളിക്കുന്ന എല്ലാവരും ഇതിന്റെ പറയുമ്പോൾ എല്ലാവരും ഞാൻ ഈ സമയമൊക്കെ താങ്ക്സ് ടു ഏറ്റവും വലിയ താങ്ക്സ് പറയണം. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒരു റെസ്റ്റോറേഷനൊന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പ്രിന്റുകളൊന്നുമില്ല. പക്ഷെ ഇതാണ് അതിന്റെ നന്മ കൊണ്ട് മാത്രമായിരിക്കാം 20 നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിനൊരു പ്രിന്റ് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ പിന്നെ രണ്ടാമത് പൂക്കൾ എന്ന സിനിമയിലേക്ക് അതിന്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് ഇവിടെ അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അതിലെ ഡയറക്ടർ ഫാസ്റ്റുണ്ട്, ജിജുണ്ട്, സിനി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാണ്. അതിന് പത്തിലാണ് മാർക്കിടുന്നത്. 10 800 മാർക്ക്. അതൊക്കെ ഒരിടത്തിൽ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളുടെ സ്ഥിതി 2 മാർക്ക്. 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് ഈ കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. ആദ്യത്തെ നാഷണൽ അവാർഡ് കേരളത്തിനായിരുന്നു. അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭാരതം നിന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതിലേക്കാണ് ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം. പിന്നെ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ ഭൂമിന്റെ എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഇമോഷൻസ് ശരിപ്പെടും. എല്ലാവരെയും നോക്കുന്നു. ഒരുപാട് സന്തോഷം. 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ റിലീസ് ആകുക എന്ന് പറയുന്നതിന്റെ സന്തോഷം. പക്ഷെ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടാടുകയും ചെയ്ത എനിക്ക് എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർ സിംഹാസനം എന്ന് പറയുന്ന ആളുടെ ദുഃഖം നമ്മുടെ ഇപ്പം വീണ്ടും എന്റെ ട്രെയിലറുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തി. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തോ കാര്യം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ കുറച്ച് കൂടുതലാണ്. അങ്ങനെയല്ല, അങ്ങനൊന്നുമല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പൊ ഇതിനകത്ത് പോയപ്പോ ഞാൻ തന്നെ പോയിട്ട് 2 ക്ലാസ് അവിടെ തന്നെ പഠിപ്പിച്ചു. അപ്പൊ അന്നിങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു ക്ലാസ് ഇവിടെ വെച്ചിരിക്കണേ പോയി. അപ്പോ സത്യാതെ കഴിഞ്ഞൊക്കെ പഠിച്ച സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോട് പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം
ജഗദീഷിനോടും പിന്നെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു. കിരീടം ഇത് കാര്യങ്ങൾ കിരീടം ആല ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്ന